വാട്സ്ആപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു ഗ്രാനി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വീണ്ടും ഗ്രാനിയാണ് കളിക്കാൻ പോകുന്നത്. ഇതിലൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു സിവർ എസ്കേപ്പും ഒരു കേവ് എസ്കേപ്പും. ഇത് വന്നിരിക്കുന്ന നമ്മുടെ ഗ്രാനി 3 ദ റീമേക്കിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏത് എസ്കേപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് സിവർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 25,000 ലൈക്സ് ആണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 100K ആണ്. ഈ വർഷം അവസാനിക്കുന്ന മുമ്പ് നമുക്ക് 100K അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഓക്കെയാണ്. പിന്നെ ഇൻട്രോ സ്കിപ്പ് ചെയ്യേണ്ട, നമുക്ക് പുതിയ ഇൻട്രോ ആയിരിക്കും ചിലപ്പം. അത് നമുക്ക് എന്തുവാന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവർക്ക് ബുദ്ധി ഞാൻ കൊടുത്തിട്ടില്ല. ഇനി വേറെ എസ്കേപ്പ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ബുദ്ധി കൊടുക്കാം. ഇന്ന് അവർ മണ്ടബുദ്ധിയായിട്ട് തന്നെ ഇരിക്കട്ടെ ഗൈസ്. പഴയ ഇൻട്രോ തന്നെയാണ് ഗൈസ്. പക്ഷെ ഒരു കളറിന് ചെറിയ ചേഞ്ച് ഉണ്ട്. വാ, വീട്ടിൻ്റെ മണ്ടയിൽ എന്തോ ഒരു സാധനം ഇരിക്കുക. ഇൻട്രോ കാരണം എനിക്ക് അത് കിട്ടി ഗൈസ്. വീട്ടിൻ്റെ മണ്ടയിൽ എന്തോ ഒരു സാധനം ഇരിക്കുക. ഇപ്പോൾ ഈ ഗേറ്റ് അടയും തോന്നുന്നു. ഇപ്പം കുറച്ച് കളിച്ചിട്ട് ഗേറ്റ് അടയുന്നത് തന്നെയാണ് ഗൈസ്. ഓക്കെ ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രാൻഡ് പേയാണ്. ക്യാമറ വഴി നോക്കിക്കൊണ്ടിരിക്കുക ഗ്രാൻഡ് പ. നമ്മൾ അപ്പുറം ചെല്ലുമ്പോൾ ഈ പാലവും പൊങ്ങും ഗൈസ്. ഇപ്പോൾ കണ്ടാണേ ഗൈസ് നിങ്ങൾ. ഇവിടെ മൊത്തം മഞ്ഞ് വീഴ്ചയായിരുന്നു തോന്നുന്നു ഗൈസ്. മൊത്തത്തിൽ മഞ്ഞ് വീണ് കിടക്കും ഇവിടെ. മഞ്ഞ് മഴ. എന്നിട്ട് ആ ഉണക്ക കരിയിലേക്ക് ഒരു കുഴപ്പമില്ല. ആകാശത്ത് മൊത്തം നിലാവുകൾ ഗായ്സ്. മേലെ എന്തോ നോക്കട്ടെ. എന്തോ മേലെ എന്തോ ആണെന്ന് കാണാൻ പറ്റിയില്ല ഗൈസ്. അവൻ പിന്നെ മണ്ടയിലോട്ട് നോക്കില്ല. വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് പ വന്ന് നമ്മളെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതാ വന്നല്ലേ. ഇയാളെന്തോ എങ്ങോട്ട് കയറി പോണേ? ഷൂട്ട് ചെയ്ത് നമ്മളെ വയറ്റിന് അകത്തോട്ട് കയറിപ്പോയി. ഷൂട്ട് ചെയ്ത് കത്തി വെച്ച് കുത്തും പോലെ. അത് കൊള്ളാം ഗൈസ്. ഇപ്പോൾ ഡേ 1 നമ്മൾ ആദ്യത്തെ ദിനം ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ലോക്ക് പിക്ക് ഉണ്ടായിരുന്നല്ലോ ഗൈസ്. താഴെ തന്നെയാണെന്തോ. ഉണ്ട്. പച്ച ലോക്ക് പിക്കാ. മൊത്തത്തിൽ കളർ എഫക്റ്റൊക്കെ സൂപ്പർ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് ജയിക്കാനുള്ള ശക്തി ഗൈസ്. ഗ്രാനീരെയും ഗ്രാൻഡ് പേരെ അടുത്തുനിന്ന് രക്ഷപ്പെടാനും. അപ്പം ഇതിനകത്ത് സ്ലെൻഡറിനെ ടെടിയുണ്ട് ഗൈസ്. പിന്നെ ഇതിനകത്ത് ഇതാണെന്ന് തോന്നുന്നു പുതിയ എസ്കേപ്പ്. ഇവിടെ എന്തോ വേണ്ട. അതിനിടെ ഫ്രഞ്ച്. അവിടെയാണ് അപ്പോൾ പുതിയ എസ്കേപ്പ് ഇരിക്കണം ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വെളിയിലോട്ടൊക്കെ പോയി നോക്കാം ഗൈസ്. നമ്മളവിടെ സൗണ്ട് ഉണ്ടാക്കി വിളിക്കുന്നില്ല. സൗണ്ട് ഉണ്ടാക്കി വിളിച്ച് അവർ ഈ പരിസരത്ത് തന്നെ നിൽക്കും. ഇപ്പോൾ ആണെങ്കിൽ അവർ മണ്ടയിലോ വല്ലതും ആവാനാ കൂളിങ് ചാൻസ്. അല്ലെങ്കിൽ ഇപ്പോൾ വെളിയിൽ പോകണ്ട. കിച്ചൺ ഫുള്ള് സെർച്ച് ചെയ്തിട്ട് നമുക്ക് വെളിയിൽ പോകാം ഗൈസ്. ഇവിടെ ഒന്നും ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ. ഇവിടെ നിന്ന് ആരും ഇതുവരെ ഇല്ല ഗൈസ്. ഇവിടെ ഒന്നും ഒരു മനുഷ്യരും ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ തുറന്ന് നോക്കട്ടെ. വെപ്പാങ്കി കിട്ടി മച്ചാമാരെ. വെപ്പാങ്കി ഇനി കളി സെറ്റാണ്. ഈ ഗ്രാനി ഇതൊന്നും തുറന്നിട്ടില്ല. എല്ലാം നമ്മൾ പോയി തുറക്കണം. അതാണ് പ്രശ്നം. ഈ തുറക്കാൻ വേണ്ടി എത്ര താമസം എടുക്കുന്നറിയോ തുറക്കാൻ. പക്ഷെ തുറന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതും വേറൊരു കാര്യം. എന്തായാലും തുടക്കം തന്നെ നമുക്ക് വെപ്പങ്കി കിട്ടി. അത് നല്ലൊരു കാര്യം. സിലിണ്ടറിനെ മാറിയിക്കടി. എന്തായാലും കല്ലെടുക്കാൻ പറ്റുന്നില്ലല്ലേ. കുനിയാനായിരിക്കും ഇനി ഞാൻ. കുനിഞ്ഞാലേ പറ്റൂ ഗൈസ്. നടുവിനൊക്കെ ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് നിന്നെടുക്കാൻ പാടാം. നമ്മൾ മറ്റേ ചെറുക്കനെ ഇതിലെടുത്തിട്ടുണ്ട്. സ്ലെൻഡറിനെ മോനെ, കുട്ടിച്ചെറുക്കനെ. എന്തായാലും നമുക്ക് ഈ വെപ്പൺ കീയും കൊണ്ട് നമുക്ക് വെപ്പൺ എടുക്കാം ഗൈസ്. വെപ്പൺ എടുത്ത് സെറ്റാക്കണം ഇനി. എന്നിട്ട് 2 തലമണ്ടയ്ക്ക് എടുത്ത് കൊടുക്കും ഗൈസ്. ഓരോന്ന് വെച്ച് ആദ്യം ഗ്രാനിയെ കണ്ട ഗ്രാനിക്ക് എടാ ഞാൻ തുറക്കാൻ പോയപ്പോൾ ബുള്ളറ്റ് എൻ്റെ കയ്യിൽ വന്നടാ. അപ്പോൾ ഇത് വെച്ച് അടിക്കാൻ പോയി. ഇനി ബുള്ളറ്റ് പോവോ? അതൊന്ന് നോക്കണല്ലോ. ഈ ബുള്ളറ്റ് ഇതും എടുക്കാൻ പറ്റി. അത് സൂപ്പറാണ് ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡിപ്പ ഒന്നും കാണാനില്ലല്ലേ. ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അവരെവിടെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെളിയിൽ സൗണ്ട് ഉണ്ടാക്കി വിളിക്കാം ഗൈസ്. അവരെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ മഞ്ഞിൽ സൗണ്ട് കേൾക്കൂ അതെനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കല്ലും കൂടി കിട്ടി ഗൈസ്. നമുക്ക് പിന്നെ ഈ കാറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കാറിനകത്ത് എന്തെങ്കിലും അവിടെ എന്തോ കിടക്കുക. ഒന്നുമില്ലേ. ഫ്രഞ്ച് കിട്ടി. അതിന് മുമ്പ് നമുക്ക് ആ കുട്ടിച്ചെറുക്കനിട്ട് പൂശാം ഗൈസ്. എന്നിട്ട് ഗ്രാനിയും ഗ്രാൻഡിപ്പ ആ സൗണ്ട് കേട്ട് വരുമ്പോൾ അവർക്ക് വിട്ട് കൊടുക്കാം. ഇവിടെ എന്തോ ഒരു മണ്ണ് പോലെ.
വൈനിയുടെ ഷവൽ. അപ്പം ഇവിടെ എന്തോ ഒരു കളിയുണ്ട് ഗൈസ്. നമ്മളെ കണ്ട്. എടാ എന്നാ പിടിച്ചോ കുഴിമന്തിയെ. എന്നാ അവൻ കുഴിമന്തി കഴിച്ച് വയറ് നിറഞ്ഞു. സ്ലെൻഡറിന് ഇപ്പം മോനെ അടിച്ചിട്ടപ്പോൾ സ്ലെൻഡറിനെ വയലൻ്റ് ആയി ഗൈസ്. പോനോ ഇപ്പം എന്നെ തീർത്തേനെ സ്ലെൻഡറിനെ. എന്തായാലും നമുക്ക് ഗ്രാനിപ്പോൾ കൂടുതലും ചാൻസ് ഇതിലേ വരാനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഗ്രാൻഡ് വന്നു. വാടോ ഇങ്ങോട്ട്. നിങ്ങൾക്ക് ഷോർട്ട് ഗണ്ണും വെച്ച് നടക്കുമല്ലേ. ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട്. എന്നാ ജസ്റ്റ് മിസ് കയ്യിലാണ് കൊണ്ട്. എന്നാ ഗ്രാനിക്ക് നെഞ്ചിലിട്ടും കൊടുത്ത് ഗൈസ്. നീ ഷോർട്ട് ഗൺ വെച്ച് പിടിച്ചോ. രണ്ടിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ എടുത്ത ഷോർട്ട് ഗൺ നമ്മൾ ഈ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ അങ്ങ് വരും ഗൈസ്. ഓക്കെ, ഞാൻ വിചാരിച്ച് ഇതുവഴി ബുള്ളറ്റ് പോകുന്നു. ഇങ്ങനെ അല്ലായിരുന്നു. അതായത് നമുക്ക് ആ ഗ്ലാസ് പൊട്ടിക്കാം. എന്നിട്ട് അവിടെ നിന്ന് ക്രോബാർ എടുക്കാം. അവിടെ നിന്ന് ക്രോബാർ ആയിരുന്നു തോന്നുന്നു കിട്ടണേ. ക്രോബാർ ഈ പ്രാവശ്യം അവിടെ വെച്ചിട്ടില്ലെങ്കിൽ കളി. അവിടെ എന്തോ ഒരു സ്റ്റീൽ പോലത്തെ ഒരു സാധനം അവിടെ വെച്ചിരിക്കുക ഗൈസ്. എന്തോ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കണം. അവിടെ എന്തായാലും കളിയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തോ മറ്റേ വീൽ ക്രാങ്ക് അല്ല, ബ്രിഡ്ജിൻ്റെ മറ്റേ ക്രാങ്ക് അതാ ഗൈസ് ഉള്ളത്. ക്രോബാർ കിട്ടി മോനി. ഇപ്പം നമുക്ക് പെട്ടി തുറക്കാം അല്ലേ. പെട്ടിക്കകത്ത് മാച്ച് സ്റ്റിക്ക് അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമുക്ക് കാക്കയൊക്കെ കൊല്ലാൻ നമ്മളെ ഗണ്ണുണ്ട്, അത് മതി. ഡബിൾ ബാരൽ ഗൺ, ഷോർട്ട് ഗൺ ഗണ്ണുണ്ട്. പിന്നെ നമ്മളതിൽ മറ്റേ തവണയുണ്ടല്ലോ, ചവണ, ആ സാധനമുണ്ട്. എന്തായാലും ഈ ഷോർട്ട് ഗൺ എടുത്ത് ഈ ഡിക്കിക്കകത്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ബുള്ളറ്റ് അങ്ങ് എടുക്കണ്ട, വ്രഞ്ച് എടുക്കാം. സിലിണ്ടറിനെ ഒന്ന് മാറ്. നിൻ്റെ ടെടി ഞാൻ അവിടെ കണ്ട്. ടെടി എടുത്ത് നിൻ്റെ തൊട്ടിലിൽ ഞാൻ ഇട്ട് തരാം. നമുക്കതിന് മുമ്പ് കല്ലൊക്കെ പറക്കി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം ഗൈസ്. അബദ്ധവശാൽ നമ്മളെ പിടിച്ചാലും കല്ല് സ്റ്റോക്കായിരിക്കണം. പിന്നെ മറ്റേ വെപ്പൺ അവിടെ തന്നെ ഉണ്ട്, നമുക്ക് പോയി എടുക്കാമെന്നേ ഉള്ളൂ. ഒരു കല്ല് എനിക്ക് കിട്ടിയുള്ളൂ ഗൈസ്. എന്തായാലും ഷോർട്ട് ഗണ്ണിൻ്റെ ബുള്ളറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഗ്രാൻഡ് വല്ലതും എടുത്തുകൊണ്ട് പോയാലേ ഇനി നമുക്ക് ഈ വ്രഞ്ച് വെച്ച് അവിടെ ഓപ്പൺ ചെയ്യാം. അവിടെ എന്തെങ്കിലും വെറൈറ്റി കളി കാണുന്നത് എനിക്ക് തോന്നുന്നു. അവിടെ ആയിരിക്കും മറ്റേ എസ്കേപ്പ് ഉള്ളതെന്നാണ് തോന്നുന്നത് ഗൈസ്. സിവർ എസ്കേപ്പ് അവിടെ ആവാനാ ചാൻസ്. പിന്നെ ഇതിലൊരു കേവ് എസ്കേപ്പും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനി എവിടെയാണെന്ന് അറിയത്തില്ല. അതിൽ ഞാൻ സിവർ എസ്കേപ്പ് എന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് സിവർ എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഇവിടെ എന്ത് പെട്ടിയിരിക്കണ്. അതിനിടെ ഡോർ ഹാൻഡിൽ വേണം ഗൈസ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ സിവർ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇനി കുറേ വഴിയുണ്ടല്ലോ. ഇവിടെ മറ്റേ ചെലന്തി പോലത്തെ അല്ല. ഇവിടെ എന്ത് എർത്താ. അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഒരു ചുവപ്പ് സാധനം കിടക്കും, അവിടെ ഷൂട്ട് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. അതേണ്ട ഒരു ഡോർ. ഇതിലേ പോകാൻ പറ്റിയില്ല ഗൈസ് എനിക്ക്. ഒന്ന് ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കി. ഇവിടെ ഷവല് കിട്ടി. ഇവിടെ ഒരു ലിവറും. ഇവിടെ ലിവർ വലിച്ച് എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇവിടെ എന്തോ അതിനിടെ മാസ്റ്റർ കീ കിട്ടിയാൽ നമുക്ക് എസ്കേപ്പ് ആവാം. ഗൈസ് പൊളി. ഇവിടെ എന്തോ അതിനിടെ ഹാൻഡ് വീൽ ഇവിടെ വേണം ഗൈസ്. ഞാൻ വീൽ ഹാൻഡ് എന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ വീൽ ആദ്യമേ കണ്ട്. ഹാൻഡ് വീൽ നമുക്ക് വേണം. അപ്പോൾ നമ്മളതിൽ ഷവ്വൽ കിട്ടിയിട്ടുണ്ട്. ഷവ്വൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഷവ്വൽ വെച്ച് അവിടുത്തെ മണ്ണടക്കാം ഗൈസ്. അവിടെ നിന്ന് എന്തോ കിട്ടണേന്ന് എനിക്ക് അറിയത്തില്ല. അതാണോ മറ്റേ കേവ് എസ്കേപ്പ് ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രാനിയും ഗ്രാൻഡ് പേയും താഴോട്ട് വരുത്താം. നമുക്ക് ഈ ഹോൺ അടിക്കണ മെഷീൻ്റെ അടുത്ത് കുറച്ച് നേരം നിൽക്കുക. അപ്പോൾ അവൻ ഹോൺ അടിക്കും. അപ്പോൾ ഉണ്ടല്ലോ അവൻ ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ട് ഇങ്ങോട്ട് രണ്ടുപേരും വരുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കും ഗൈസ്. അപ്പോൾ അവർ താഴോട്ട് പോകുന്ന സമയത്ത് ഞാൻ മേലോട്ടും പോവും. എന്നിട്ട് നമ്മളെ ഗണ്ണെടുത്ത് ഇവർക്ക് രണ്ടുപേർക്കും പൂശുകയും ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ പോലെ ഫലിച്ചാൽ നല്ലതായിരുന്നു ഗൈസ്. ഇത്ര നേരം ആയാലും ആരും കണ്ടില്ല. ഗ്രാൻഡ് രണ്ടുപേരും ഉറങ്ങിയാ? 100 ആയുസ്. രണ്ടും ഇതാ ഒരുമിച്ച് പോവാണ്. എൻ്റെ പോയിനോ, നിങ്ങൾ ആയുസ് ഞാൻ ഇപ്പം നിർത്തി തരാം. ഇപ്പം ഞാൻ ഷോർട്ട് ഗണ്ണൊന്ന് എടുത്തോട്ടെ, ശരിയാക്കി തരാം. രണ്ടും അങ്ങനെ ചിരിച്ചോണ്ട് പോകണ്ട. അവിടെ കട ഡോർ അടച്ചിട്ടില്ലെങ്കിലേ അവർ പെട്ടെന്ന് വരും. ഇതാകുമ്പോൾ ശാലം ടൈം എടുക്കും. എന്തായാലും ഇത് അല്ലെങ്കിൽ നമുക്ക് ആദ്യം കുഴിക്കാം ഗൈസ്. കുഴിച്ചിട്ട് നമുക്ക് ഈ ഗണ്ണെടുക്കാം. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ ഗൈസ്. എവിടെ ഷവപ്പെട്ടിയാണ്. ഒരു ചെയിൻ കട്ടറും കിടങ്ങണ്. ചെയിൻ കട്ടറിൻ്റെ നൊസ്ഫോറോട്ടോ. അവനെ കുഴിച്ചിട്ടിരിക്കുക ഗൈസ് ഇതിനകത്ത്. അത് കൊള്ളാം, പൊളി. എന്തായാലും കല്ലെടുക്കട്ടെ. ഇവിടെ വവ്വാല് മൊത്തം പോണ്.
മസ്പൊറോട്ട വരെ എടുത്തോട്ട് പൊന്നോ. എന്തായാലും ഗണ്ണ് ഫുള്ളായതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഉണ്ട ഇനി ആരും വന്നാലും സീനില്ല. അവിടെ ഒരു ചെയിൻ കട്ടറുണ്ട്. ചെയിൻ കട്ടർ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ആവശ്യമുണ്ടെങ്കിൽ പോയി എടുക്കാം ഗൈസ്. എന്തായാലും ഈ സൗണ്ട് കേട്ടിപ്പോൾ ഗ്രാനി വരാൻ നല്ല ചാൻസാണ്. ഗ്രാനിക്കിട്ട് പൂശുമ്പോൾ ഭർത്താവ് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഭർത്താവിനോട്ട് കൊടുക്കും ഗൈസ്. ഗ്രാനി ആൻഡ് കോഴി പെട്ടെന്ന് വാ. കോഴി ആരാന്നറിയാലോ ഗൈസ്, നമ്മുടെ ഗ്രാൻഡ് പ. എന്നാ പിടിച്ചോ ഗ്രാനി. ഓ ഞാൻ വിളിച്ച് കൊണ്ടില്ലെന്ന്. കൊണ്ട് ഗൈസ്. എന്നാടാ കോഴി പിടിച്ചോ. എപ്പോഴും ഭാര്യയുടെ അടുത്തോട്ട് നടക്കും. എപ്പോഴും ഗ്രാനിയെ ഷൂട്ട് ചെയ്താൽ ഉടനെ അയാളെത്തും കോഴിക്കെറുക്കാൻ. ഓ സ്ലെൻഡറിനെ നിൻ്റെ കാര്യം തീരുമാനം ഉണ്ടാക്കി തരാം. ടെടി ഞാൻ കണ്ടായിരുന്നു എവിടെയാണെന്ന്. നിൻ്റെ കാര്യം ഞാൻ ഇപ്പം വൈകാതെ തന്നെ തീർത്ത് തരാം. സ്ലെൻഡറിന മോളെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് താഴെ പോയി ഒന്ന് സെർച്ച് ചെയ്യാനുണ്ട്. നേരത്തെ സെർച്ച് ചെയ്യാൻ പറ്റിയില്ല. ഈ ഗെയിം ഭയങ്കര ഗ്ലിച്ചാണ് കേട്ടോ ഗൈസ്. എനിക്ക് തിരിയാൻ പറ്റത്തില്ല. അതാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന. എന്തായാലും ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ശരിയായി. ഇവിടെ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തില്ലായിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തുകൊണ്ട് ഡോർ ഹാൻഡിൽ കിട്ടി ഗൈസ്. ഡോർ ഹാൻഡിൽ ഇതെനിക്ക് തുറന്നേ പറ്റൂ. ഇതിനകത്ത് എന്തോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഗൈസ്. അറിഞ്ഞേ പറ്റൂ. എന്തെങ്കിലും യൂസുള്ള സാധനം കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ പുതിയൊരു വഴിയുണ്ട് ഗൈസ്. ദെയർ ഈസ് നോ ഇലക്ട്രിസിറ്റി കൊടുത്താൽ അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും. അത് കൊള്ളാമല്ലോ ഗൈസ്. അപ്പം ലിഫ്റ്റും വർക്കാവൂല ഗൈസ്. കറണ്ട് ഇല്ല ഈ വീട്ടിൽ. അപ്പം കറണ്ട് ബില്ല് അടച്ചില്ലെന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ ഗ്രാൻഡ് പാ. എന്തായാലും ഇവിടെ തുറന്നു നോക്കാം എന്താണ് കിട്ടാൻ പോകുന്നത്. പെട്ടെന്ന് ലേസർ ഗൺ. ഓ ഗോയ്സ്, ലേസർ ഗൺ കിട്ടി. ലേസർ ഗൺ. അപ്പം ഇത് വെച്ച് നമുക്ക് അവിടെ ഒരു സാധനം കണ്ടില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇങ്ങനെ. ഇതിനുള്ളതാണോ? വെൽഡ് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒന്നും കണ്ടില്ല ഗൈസ്. ഇവിടെ എന്തുവാന്ന് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല അവിടെ എന്തുവാന്ന്. എന്തായാലും ഞാൻ കുറേ പകുതിയാക്കി ഗൈസ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ എന്തെങ്കിലും വഴി കാണുമോ ഗൈസ്? എനിക്കറിയത്തില്ല. എന്തായാലും ഇവരെ പൂശാൻ ഇത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ അങ്ങ് നമുക്ക് കത്തിച്ച് കളയാം ഗൈസ്. രണ്ടും അങ്ങ് ചാവട്ടെ. അതുപോലെ നമ്മളെ ഷോട്ട് ഗണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കല്ല് ലോഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷോട്ട് ഗണ്ണും ലോഡാക്കണമല്ലോ ഗൈസ്. ബുള്ളറ്റ് ഇങ്ങോട്ട് വന്നേ. ബുള്ളറ്റൊക്കെ തീരാനായി ഗൈസ്. ഉള്ള ബുള്ളറ്റ് മൊത്തം ഗ്രാൻഡ് പേരെയും ഗ്രാനീരെയും വയറ്റിനകത്താ. അവർ കഴിച്ചു. 2 പേരും മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പം 2 പേർക്കും കൂടി ഒന്നുകൂടി കൊടുക്കണതാണ് നമ്മളെ ആരോഗ്യത്തിന് നല്ലത്. എന്താണെന്നറിയത്തില്ല. എനിക്ക് ഇവർക്ക് 2 വെടിവെച്ച് കൊടുക്കുമ്പോൾ എനിക്കുണ്ടല്ലോ നല്ല സന്തോഷം ഗൈസ്. നമുക്കല്ലെങ്കിൽ ലേസർ കണ്ണ് വെച്ചങ്ങ് കൊടുത്താലോ ഗൈസ്? എന്ത് പറയുന്നു? നമുക്ക് നോക്കാം ഇത് വെച്ച് എങ്ങനെ പവറെന്ന്. ഇത് വെച്ച് പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഗ്രാനി ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന്. ഇവിടെ എന്തോ ഭൂമി വിൽക്കുക. ആരോ എന്തോ സാധനം ഗിഫ്റ്റും കൊണ്ടുവന്നിരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ ഗ്രാനി. ആരോ മറിഞ്ഞൊക്കെ വീണ്. പെട്ടെന്ന് വാ. നിങ്ങളെ ഗ്രാൻഡ് പതാ ഇവിടെ തറയെ വീണ് കിടക്കുന്നു. അത് പറഞ്ഞപ്പോൾ ഗ്രാനി വന്ന്. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് തവണ ഷൂട്ട് ചെയ്താൽ മതി. ഇതിന് 2.5 മിനിറ്റ് അവർ ചാവും. ഇത് സൂപ്പർ തന്നെ കേട്ടോ ഗൈസ്. ഗണ്ണ് അൺലിമിറ്റഡ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങോട്ട് ഗ്രാൻഡ് പ മണ്ട എന്നെ കണ്ടില്ല. അങ്ങേരെ നെഞ്ച് ഞാൻ ഫുള്ള് കരിച്ച് കളഞ്ഞു ഗൈസ്. കത്തിച്ച് കളഞ്ഞു. ഞാൻ കത്തിപ്പോന്ന് വിചാരിച്ചു. കത്തിയില്ലെങ്കിലും കണ്ണ് കൊള്ളാം ഗൈസ്. എനിക്ക് അതിന് മണ്ടയിൽ എന്തുവാന്ന് എനിക്കറിയണം ഗൈസ്. കണ്ടിട്ട് ഫയർവുഡ് പോലെയാണ് ഇരിക്കണേ. ഫയർവുഡ് ആവാനാണ് കേട്ടോ ഗൈസ് കൂടുതൽ ചാൻസ്. നമുക്കുണ്ടല്ല കാക്കയ്ക്ക് ഇട്ട് ഒരു വെടി കൊടുക്കാം. അവിടെ നിന്ന് യൂസുള്ള സാധനമാണെങ്കിൽ നമുക്ക് കാക്കയെ കൊല്ലാം. ഇല്ലെങ്കിൽ പാവം കാക്ക അവിടെ ഇരുന്നോട്ടെ. എനിക്ക് തിരിയാൻ പറ്റുന്നില്ല ഗൈസ്. പറ്റി. ഓക്കെ. വീൽ ക്രാങ്ക് എന്നാൽ പിടിച്ചോ. കാക്കയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഗണ്ണ് കൊണ്ട് നമുക്ക് താഴെ കൊണ്ടിടാം ഗൈസ്. എന്നിട്ട് നമുക്ക് വീൽ ക്രാങ്ക് നമുക്ക് താഴോട്ട് കൊണ്ടുപോകാം. എന്തായാലും അവർ അഴിക്കാൻ ചാൻസ് കുറവാണ്. അവർ ഇതുവരെ അഴിച്ച് കാണത്തില്ല. അതെനിക്ക് ഉറപ്പാണ് ഗൈസ്. ഇവിടെ നിന്ന് ബാറ്ററി. ഈ ബാറ്ററി ലേസർ ഗണ്ണിന് ഇട്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു. പക്ഷെ ബാറ്ററി നമുക്ക് എടുക്കാൻ പറ്റൂല ഗൈസ്. ഗണ്ണും കൊണ്ടുപോയാലേ കിട്ടൂ. അപ്പം കറുത്തിരിക്കണൊക്കെ ബാറ്ററി. ഞാൻ ബുള്ളറ്റെന്ന് വിചാരിച്ചെടുത്ത്. എന്നാൽ 2 ബുള്ളറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അതിനു വേണ്ടിയായിരുന്നു. എന്തായാലും ഗണ്ണ് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ എടുക്കാൻ ചാൻസ് കുറവാണ്. ഞാൻ ഡോറും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഹാൻഡ് വീൽ പോയി എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഹാൻഡ് വീൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഹാൻഡ് വീലിനെ ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഇനി നമ്മളെ ഗണ്ണ് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിടാം ഗൈസ്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ഗ്രാൻഡ് പാ ചിലപ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോകാൻ നല്ല ചാൻസാണ്. ഇനി നമുക്ക് ഈ ഹാൻഡ് വീൽ കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാം ഗൈസ്. കറക്കി നോക്കാം.
എന്താ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ തറയിൽ കിടക്കുന്ന ഈ വെള്ളം വറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അതാവാനാണ് എനിക്ക് തോന്നുന്നത് ചാൻസ്. എനിക്ക് ഉറപ്പില്ല ഗൈസ്. എന്തായാലും നോക്കാം. ഞാൻ വിചാരിച്ചു ഇവിടെ മറ്റേ സ്പൈഡർ ഏഞ്ചലിനോ പോലെ. ഓ അല്ല ഗൈസ്, ആ സെല്ല് പൊങ്ങി. ഓ ഇനി അങ്ങോട്ട് പോകാണ്ട് ഗൈസ്. ഇവിടെ നില ഒരു മാസ്റ്റർ കീ എന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു മാസ്റ്റർ ഇവിടെ ഒരു ലിവർ. ഈ ലിവറൊക്കെ എന്തിനാടേ? എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഉള്ള ലിവർ മൊത്തം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഒരു കറണ്ട് വെച്ചുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ലിവറുണ്ട്. നമുക്ക് ഈ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നോക്കണം. പക്ഷേ മറ്റേ ഗണ്ണ് മതിയായിരുന്നു ഗൈസ്. ഇനിയിപ്പം ഈ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ ഗൈസ്. ഇനി അതെടുക്കാൻ പോകുമ്പോൾ അവർ രണ്ടുപേരും സ്പോണായി നമുക്കിട്ട് പൂശും. അപ്പോൾ ഈ ഗണ്ണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഗ്രാൻഡ് പാലപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു ബുള്ളറ്റേ ഉള്ളൂ. ആ ബുള്ളറ്റ് വെച്ച് ഇവിടെ അങ്ങ് പൂശാം. കറക്റ്റ് ഉന്നത്തിന്. ഓക്കെ ഓക്കെ ശരിയായി ഗൈസ്. എന്തായാലും ആ കറണ്ട് പോയിട്ടുണ്ട്. ഇനി ഈ ലിവർ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് മൊത്തം നമ്മൾ 4 ലിവർ എന്തോ വലിച്ചും തോന്നുന്നു ഗൈസ്. ടോട്ടൽ 4 തോന്നുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഷൂട്ട് ചെയ്തില്ലായിരുന്നു ലേസർ ഗണ്ണ് വെച്ച് ഒരു ഇരുമ്പിലെ സാധനം. അത് ഓപ്പൺ ആവാനുള്ള ആയിരുന്നോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ അവിടെ ഒന്ന്. അതിന് മുമ്പ് ബുള്ളറ്റ് അവിടെ എന്തോ ഓപ്പൺ ആയിടാ. വേണ്ട, അവിടെ എന്തോ തിളങ്ങും. അവിടെ എന്തോ ഓപ്പണായി. അപ്പം അതിനുള്ള എന്തോ ആയിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അതിനുള്ളതായിരുന്നു. ഗ്രാനി ബുള്ളറ്റ് എടുക്കാൻ സമ്മതിക്കുന്നതല്ല അങ്ങോട്ട്. ഞാൻ ഒന്ന് പൊക്കിയോട്ട് ബുള്ളറ്റും കൊണ്ട്. ഇവിടെ എന്തോ എന്തോ ചോപ്പ് കീ, മാസ്റ്റർ കീ. നമുക്ക് എസ്കേപ്പ് ആവാനുള്ള സാധനം കിട്ടി. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എസ്കേപ്പ് ആവാം. അതിനു മുമ്പ് നമുക്ക് ഇവരെ പൂശാം ഗൈസ്. ഇവരെ രണ്ടുപേരെ ഉറക്കിയിട്ട് നമുക്ക് എന്തുവാ എസ്കേപ്പ് ആവാം. അതല്ലേ എൻ്റെ ഒരു രസം. എന്തായാലും ഇനി ഗ്രാൻഡ് പെക്ക് ഇട്ടും കൂടി ഒന്ന് കൊടുക്കണം. ഗ്രാൻഡ് പെക്ക് ലേസർ ഗൺ ആയാലോ ഗൈസ്? ലേസർ ഗൺ ഇട്ടൊന്ന് കൊടുക്കാം. ലേസർ ഗൺ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ലേസർ ഗൺ ഇത് വെച്ച് ഗ്രാൻഡ് പേ ഉറക്കാൻ പറ്റുമോ ഗൈസ്? നോക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്നു കേടാ ഗ്രാൻഡ് പേ. പറ്റിയില്ല. പെട്ട് എടാ ഇതില്ലടാ. ഇനി ബാറ്ററി ഇടണമെന്ന് തോന്നുന്നു. ഈ റൂമിൽ വല്ല ബാറ്ററി ഉണ്ടോ? ഇവിടെ എന്തോ കറുത്ത ബാറ്ററി എടുക്കാൻ പറ്റുന്നില്ല. ഗ്ലിച്ചായിടാ. എടുക്കാം. പറ്റിയില്ല. ഓ അടിച്ച്. അവിടെ പെട്ടെന്ന് ഗ്ലിച്ച് സംഭവിച്ചു തിന്നതാ. ഡേ 2 ഞാൻ ഡേ 1 എസ്കേപ്പ് ആവാന്ന് വിചാരിച്ചു. എനിക്ക് ഡേ 1 പറ്റുമായിരുന്നു ഗൈസ്. ഞാൻ ഇവർക്കിട്ട് പൂശാൻ പോയതാ. ഇനിയിപ്പോൾ സാരമില്ല ഗൈസ്. ഇത് റിവഞ്ചാ. അയാൾക്ക് ഞാൻ ഉണ്ടല്ല എൻ്റെ ഈ 2 കല്ലും അയാളെ നെഞ്ചിലിട്ട് പൂശും ഗൈസ്. 2 കല്ലും ഞാൻ കണക്കിന് വെച്ചിരിക്കുക. എൻ്റെ ലേസർ ഗണ്ണ് അവിടെ, ബാറ്ററി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഗണ്ണ് എവിടെയാടാ? ഗണ്ണും എടുത്തോണ്ട് പോയ അയാൾ. അതാ ഇവിടെ ഉണ്ട്. ഈ ലേസർ ഗണ്ണിട്ട് ആദ്യം അയാൾക്ക് കൊടുക്കും. എന്നിട്ട് ഈ 2 കല്ലും എടുത്ത് അയാളെ ദേഹത്തിട്ട് കൊടുക്കും ഗൈസ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ഗൈസ്, എൻ്റെ വാക്ക്. അതേപോലെ നിങ്ങൾ എനിക്ക് തിരിച്ചും ഒരു സഹായം മാത്രം ചെയ്താൽ മതി. ഡു ലൈക്ക്, ചറപ്പറ ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മൾ ഗ്രാൻഡ് പെക്കെതിരെ ഒരു റിവഞ്ച് എടുക്കുക. ഫ്രണ്ടറിനെ ഒന്ന് മാറ്. ഗ്രാനി വാ. നിങ്ങളെ കെട്ടിയവനിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പനക്കളവാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നിൻ്റെ ഐസിയും പിടിച്ചോടാ പനക്കളവാ. ഷോർട്ട് ഗൺ ഇങ്ങോട്ട് തന്നെ. അതിൽ ബുള്ളറ്റ് വല്ലതും ഇട്ടിട്ടുണ്ടോ? ഇല്ലേ, പിന്നെ എന്തിനാടാ എനിക്ക് തന്നെ അവിടെ കടാ? നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ വാക്ക് പാലിക്കുന്നു. പിടിച്ചോ. അയാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേണ്ട അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എസ്കേപ്പ് ആവാനുള്ള സംഗതി നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഫൈനലി ഈ ഗ്രാനി 3 വീട്ടിൽ നിന്ന് നമ്മൾ ഒരു സിവർ എസ്കേപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫൈനലി സിവർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഗ്രാനിയുടെയും ഗ്രാൻഡ് പേരെയും വീട്ടിൽ നിന്ന്. അപ്പോൾ ഗായ്സ്, ഓൾ ഓഫ് അസ് ചറപറ അടിച്ചോളൂ. നമ്മളങ്ങനെ ഫൈനലി എസ്കേപ്പ് ആയിരിക്കുകയാണ് ഗായ്സ്. എന്ത് ഗ്രാൻഡ് പേ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? സ്ലെൻഡറിനെ ഉണ്ടാ എന്തോ നോക്കണം. 3 അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വീട്ടിലെത്തി, ഞാൻ പോയി, രക്ഷപ്പെട്ട്.
ഇങ്ങനെ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം അങ്ങ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരും. അതുവരെ ബിഗ് ബൈ.